ഹലോ അസ്സലാമു വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ട് നമ്മൾ വീണ്ടും ചോദിച്ച് വാങ്ങി കഴിക്കുന്ന ഒരു അച്ചാറിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ഒരു ചട്ടിയിലേക്ക് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുത്ത് ഒന്ന് പൊട്ടിച്ചിട്ടെടുക്കാം കേട്ടോ. അപ്പോൾ ഈ കടുകൊക്കെ ഒന്ന് പൊട്ടി വന്നതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ഒന്ന് നല്ലപോലെ ഒന്ന് ചതച്ചെടുത്തിട്ടുള്ളത് കേട്ടോ, അതും കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ അളവൊന്നും ഞാൻ പറയുന്നില്ല കേട്ടോ, അപ്പോൾ അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഞാൻ പച്ചമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല എരിവ് വേണമെങ്കിൽ കുറച്ചുകൂടി എരിവൊക്കെ ഉണ്ടാകുമ്പോഴല്ലേ അച്ചാറിനൊരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ അത്യാവശ്യം കുറച്ച് എരിവുള്ള മുളക് തന്നെയാണ് കേട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ നല്ലപോലെ ഇതിന് പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റിയിട്ടെടുക്കാം. അപ്പോൾ ഇതാ ഒരു വീഡിയോ കുറച്ച് ലൈറ്റിൻ്റെ കുറവുണ്ടായിരുന്നത്. അപ്പോൾ ഒരു നല്ല മഴക്കാറൊക്കെ ആയിട്ട് ഇങ്ങനെ കറുത്തിരുണ്ടിരിക്കുന്ന ടൈമിലാണ് കേട്ടോ ഞാൻ ഈ ഒരു വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ഇപ്പോഴും മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ബാക്ക്ഗ്രൗണ്ട് നല്ല സൗണ്ടൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇനി ഇത് നല്ലപോലെ ഒന്ന് ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ക്യാരറ്റ് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ക്യാരറ്റ് അതുപോലെ നമ്മുടെ മുന്തിരിയും കൂടി വെച്ചിട്ടാണ് ഇത് തയ്യാറാക്കിയിട്ട് എടുക്കുന്നത് ഈ ഒരു അച്ചാർ. അതുപോലെ കല്യാണ വീടുകളിലൊക്കെ അധികം കാണും ഈ ഒരു അച്ചാർ ചിലയിടത്തൊക്കെ. പക്ഷെ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇത് നമ്മൾ ചോദിച്ച് കഴിക്കുക, അത്രയ്ക്കും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അച്ചാറാണ് കേട്ടോ. അപ്പോൾ അതാ ഈ ഒരു ക്യാരറ്റും കൂടി ഇതിലിട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിട്ടെടുക്കുക. അപ്പോൾ ഒരുപാടൊന്ന് കുക്കാവൊന്നും വേണ്ട, ചെറുതായിട്ടൊന്ന് കുക്കായി കിട്ടിയാൽ മതി. അപ്പോൾ നമുക്ക് കടിക്കാനൊക്കെ ഇങ്ങനെ ഒരു പാകത്തിന് ഇങ്ങനെ കിട്ടണ്ട. അപ്പോൾ ഓവറായി വെന്താൽ അച്ചാർ രസം ഉണ്ടാവില്ല കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഉപ്പും കൂടെ ചേർത്തെടുത്തിട്ട് ഒന്നും കൂടി ജസ്റ്റ് ഒന്ന് കുക്ക് ചെയ്തിട്ടെടുക്കാം. നമുക്കിതിലേക്ക് ഡ്രൈ ആയിട്ടുള്ള മുന്തിരി ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതും കൂടെ ചേർത്തെടുത്തിട്ട് ഒന്ന് വഴറ്റിയിട്ടെടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു മുന്തിരിയും അതുപോലെ ക്യാരറ്റും കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ആക്കിയിട്ടെടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ കാശ്മീരി ചില്ലി പൗഡറാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ കുറച്ച് അത്യാവശ്യം നല്ല കളർ കിട്ടാൻ കൂടി വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്തത് കേട്ടോ. അപ്പോൾ ഇത് നല്ലപോലെ ഒന്ന് വഴറ്റിയിട്ടെടുക്കാം. ഇനി നമുക്കിതിലേക്ക് പുളിവെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് പുളി വെള്ളത്തിൽ ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് പിഴിഞ്ഞെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ അതും കൂടെ ഇതിലേക്ക് ഒഴിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ ഈ ഒരു പുളിവെള്ളം തിളച്ച് വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇത് നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ശർക്കരപ്പാനി ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ നേരത്തെ തന്നെ ഒന്ന് മെൽറ്റാക്കി എടുത്തിട്ടുണ്ടായിരുന്നു ശർക്കര. അപ്പോൾ അതും കൂടെ ഒഴിച്ചെടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കിയിട്ടെടുക്കാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇതിലെ ഇൻഗ്രീഡിയൻസൊക്കെ. അപ്പോൾ ഇനി വേണമെങ്കിൽ നമുക്ക് ഇതിലേക്ക് ഈത്തപ്പഴമൊക്കെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ പിക്കിൾസ് ഇനി ഒന്നും കൂടെ ഒന്ന് തിളച്ചൊന്ന് കുറുക്കായിട്ട് കിട്ടിയാൽ നമ്മുടെ അച്ചാർ റെഡിയായി കേട്ടോ. അപ്പോൾ ബാക്കിയുള്ള നമ്മുടെ ശർക്കര വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതിലേക്ക്. അപ്പോൾ നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് കുറുക്കിയെടുക്കണം കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ അച്ചാർ നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. നമുക്ക് വേണമെങ്കിൽ ഫ്ലെയിം ഓഫ് ആക്കാം കേട്ടോ. പിന്നെ ഇതിലും കുറുക്ക് വേണമെങ്കിൽ നമുക്കൊന്നും കൂടെ ഒന്ന് ഒരു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒന്ന് ഇങ്ങനെ കുറുക്കിയിട്ട് വേണമെങ്കിൽ എടുക്കാം. അപ്പോൾ ഇതാ ഇത്രയേ ഉള്ളൂ കേട്ടോ ഈ ഒരു അച്ചാറിൻ്റെ റെസിപ്പി. ഇത് തണുത്താൽ ഒന്നും കൂടെ തിക്കായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ഈ ഒരു അച്ചാറിൻ്റെ റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യാൻ നോക്കണം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ചൂടാറിയതിന് ശേഷം ഒരു ചില്ലിൻ്റെ കുപ്പിയിൽ ഇട്ട് വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അപ്പോൾ തന്നെ കണ്ടാൽ തന്നെ മനസ്സിലാവില്ല, തണുത്തപ്പോൾ നല്ല പോലെ തിക്കായി വന്നിട്ടുണ്ട് കേട്ടോ നമ്മുടെ അച്ചാർ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് വീഡിയോ നല്ല റെസിപ്പി ആയിട്ട് വരുന്നതാണ്. അസ്സലാമു അലൈക്കും.